രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയം ദശകം 11 4-ാമത്തെ ശ്ലോകമാണ്, 110-ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റിൽ കിട്ടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് രാധാദേവി കൃഷ്ണൻ്റെ രാധയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും ചൊവ്വാഴ്ച 12 മണിക്കുള്ള രാധയുടെ പ്രണയം നിങ്ങൾ കേൾക്കുക. രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയാണ് അവതരിപ്പിക്കുന്നത്. അതേ കണക്ക് തന്നെ എല്ലാ ബുധനാഴ്ചയുമാണ് പ്രശസ്തമായ ശങ്കരാചാര്യ സ്വാമിയുടെ ഭജഗോവിന്ദം. വ്യാഴാഴ്ച നമ്മുടെ ജയദേവ കവി, ജയദേവ കവിക്ക് പുരി ജഗന്നാഥൻ്റെ അനുഗ്രഹം ലഭിച്ചത് മുതൽ ജയദേവ കവിയുടെ പ്രണയങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണത്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കേൾക്കുക. അത് നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാം. ദൂരെയുള്ളവർക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. അതേ കണക്ക് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ 96453339 വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്, കേൾക്കുക. അതിനെക്കുറിച്ച് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ നേരത്തെ പറഞ്ഞ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ പ്ലേലിസ്റ്റിലുള്ള എൻ്റെ അഷ്ടാവക്ര ഗീത കേൾക്കണം, അതൊരിക്കലും നിങ്ങൾ കേൾക്കാതെ പോകരുതേ. അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലുള്ളത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് രാധിക കവചൻ 2 എണ്ണത്തിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് കേൾക്കുക. രാധാ സഹസ്രനാമത്തിൻ്റെ പിന്നെ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയുമുണ്ട്. ശ്രീബുദ്ധൻ്റെ ജീവിതകഥ മുഴുവനുണ്ട്. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഭക്തവീരയുടെ കഥയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ എന്നും രാവിലെ നിങ്ങൾ മോട്ടിവേറ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്.
എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് ദർശനം നൽകിയ എൻ്റെ പൊന്നു രാധാറാണിയമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം എനിക്ക് എപ്പോഴും വരൂ. അപ്പം നമ്മുടെ നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. നാരായണീയത്തിൻ്റെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ്, അതായത് ഇന്നത്തെ ശ്ലോകം, 4ാമത്തെ ശ്ലോകം നമുക്ക് പാടിത്തരുന്നത് മറ്റാരുമല്ല, നിങ്ങൾക്കൊക്കെ സുപരിചിതയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പ്രിയങ്കരിയായിട്ടുള്ള, അതേ ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത്, രാധേ ചാനലിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായ, അതേ കണക്ക് തന്നെ ഞങ്ങളുടെ രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലെ കിസ് പ്രോഗ്രാമും സകലതും നിയന്ത്രിക്കുന്ന ആ ഗ്രൂപ്പിൻ്റെ തന്നെ അഡ്മിനായിട്ടുള്ള ആശയാണ്, UK-യിലുള്ള ആശയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത് പാടിത്തരുന്നത്. ആശ വളരെ നല്ല ഉപകാരിയാണ്. ഞാൻ എന്തു പറഞ്ഞാലും എനിക്ക് അപ്പോഴും തന്നെ എന്ത് ചെയ്യും, അത് ചെയ്തു തരാറുണ്ട്. അത്രയ്ക്ക് ആത്മാർത്ഥതയാണ്. രാധേ ചാനലിന് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ആശ എന്ന് പറയുന്നത്. ആശയ്ക്കും അത്ര പ്രിയപ്പെട്ടതാണ് രാധേ ചാനല്. ശരിക്കും രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പിനെ അതിന് വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന ചുമതല ശരിക്കും ആർക്കാണുള്ളത്? ആശയ്ക്കാണുള്ളത്. ആശയാണ് കിസ് പ്രോഗ്രാമിന് ക്വസ്റ്റ്യൻ കൊടുക്കുന്നതും പിന്നെ ഭക്തിപരമായ കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരു ഏകോപനം ഉണ്ടാക്കുന്നതും എല്ലാം ആശയാണ്. ആശയ്ക്ക് രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആശ അതിമനോഹരമായിട്ട് ഓരോ വാക്കിൻ്റെയും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നാരായണീയം പാടുകയാണ്. കേട്ടുകൊള്ളൂ. वैकुण्ठलोकानुचितप्रचेष्टौ कष्टौ युवां दैत्ययतिं भजेतम् इति प्रशप्तौ भवदाश्रयौ तौ हरिस्मृतिर्नो अस्त्विति नेमदुस्तान्. राधे कृष्ण 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 राधे राधे, राधे श्याम 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 राधे राधे. അപ്പോൾ നമ്മുടെ ആശ അത് പാടിയത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നോക്കേ നിങ്ങൾ, വൈകുണ്ഠ ലോകാനുചിത പ്രജേഷ്ഠൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോ അസ്ഥിതി നേമധുസ്ഥാൻ. വൈകുണ്ഠ ലോകാനുചിത പ്രജേഷ്ഠൗ, അർത്ഥം വൈകുണ്ഠ ലോകത്തിന് യോജിക്കാത്ത പ്രവൃത്തി ചെയ്യുന്ന, കഷ്ടൗ യുവാം, അർത്ഥം നിങ്ങൾ രണ്ടുപേരും, ദൈത്യഗതിയും അസുരന്മാരുടെ അവസ്ഥയെ, ഭജേതം പ്രാപിക്കട്ടെ, ഇതി ഇപ്രകാരം, പ്രശപ്തവും ശപിക്കപ്പെട്ടവരായ, ഭവദാശ്രയവും അങ്ങയുടെ ആശ്രിതന്മാരായ, തൗ ആ രണ്ടുപേരും, ഹരിസ്മൃതിർന്നോ, അർത്ഥം ഹരിയുടെ സ്മരണ, അസ്ഥിതി, അർത്ഥം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്, നേമതുസ്താൻ, അർത്ഥം അവരെ നമസ്കരിച്ചു. അപ്പൊ എന്താണ് പട്ടതിരിപ്പാടിൻ്റെ ഈ 4 വരികളുടെ അർത്ഥം എന്ന് നമുക്കൊന്ന് നോക്കാം. വൈകുണ്ഠ ലോകത്ത്, ആ വൈകുണ്ഠ ലോകത്തിന് യോജിക്കാത്ത പ്രവൃത്തി ചെയ്ത നിങ്ങൾ രണ്ടുപേരും, അതായത് കാവൽക്കാരായ ജയനും വിജയനും അസുരന്മാരുടെ ഗതിയെ പ്രാപിക്കട്ടെ എന്ന് സനകാദികൾ ജയവിജയന്മാരുടെ, വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരായ ജയവിജയന്മാരെ ശപിച്ചു. ഇപ്രകാരം ശാപമേറ്റ ഭഗവാന്റെ ഭക്തന്മാരായ ജയവിജയന്മാര് രണ്ടുപേരും ഞങ്ങൾക്ക് ഹരിയുടെ സ്മരണ എപ്പോഴും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് സനകാദികളുടെ കാൽക്കൽ നമസ്കരിച്ചു.
അപ്പോൾ വൈകുണ്ഠ ലോകത്തിന് യോജിക്കാത്ത പ്രവൃത്തി ചെയ്ത ജയനും വിജയനും ഭൂമിയിൽ അസുരന്മാരായി പിറക്കട്ടെ എന്ന് സനകാദികൾ ശപിച്ചു. ആ ശാപം കേട്ട ജയവിജയന്മാര് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് ഞങ്ങൾക്കെപ്പോഴും ഹരിയുടെ സ്മരണ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഇനി ഞാനിത് വിശദമാക്കി തരാം. അതിനു മുമ്പ് നിങ്ങൾ 3 വീഡിയോ നിശ്ചയമായും നിങ്ങൾ കേട്ടിരിക്കണേ. ഒന്ന്, രാധാറാണി എനിക്ക് ദർശനം നൽകിയ, നേരിട്ട് ദർശനം നൽകിയ, എനിക്ക് കുപ്പിവള തന്നിട്ട് പോയ, വളപ്പൊട്ട് തന്നിട്ട് പോയ വീഡിയോ, അത് കേൾക്കണം. ഈ വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ 96453339 വിളിച്ചാൽ അതിൻ്റെ ലിങ്ക് അയച്ചു തരും. പിന്നെ കൃഷ്ണനെ മാത്രം ഭജിച്ച് നടന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ, പിന്നെ ഞാൻ കഴിഞ്ഞ ജന്മത്തെ എൻ്റെ അനുജത്തിയെ കണ്ടുപിടിച്ചത്, അതിനെ തുടർന്നങ്ങ് നിരവധി പേരാണ് അവരുടെ ജന്മങ്ങൾ അറിയാൻ എന്നെ വിളിക്കുന്നത്. അത് എന്താ പറയേണ്ടത്, ഇത്രയും പേരുടെയൊക്കെ അത് ഒരു വലിയ ഹെർക്കൂലിയൻ ടാസ്കാണത്. അപ്പോൾ അത് ഒരുപാട് സമയം നിങ്ങൾ ഒരല്പം ക്ഷമ കാണിക്കണം. നിരവധി പേരാണ് അതിനു വേണ്ടി എന്നെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഉടനുടൻ നമുക്ക് എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ പാടാണ്. അപ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാം. അപ്പൊ സനകാദികൾ പറയുന്നത് വൈകുണ്ഠ ലോകത്തിന് ചേർന്ന വിധത്തിലല്ല ജയവിജയന്മാര് പെരുമാറിയത്. സനകാദികൾ വന്നപ്പോൾ 7 വാതിലുകളും കടന്ന് അവസാനത്തെ വാതിലെത്തിയപ്പോൾ ആര് തടയുകയാണ്? ജയവിജയന്മാര് തടയുന്നു. അങ്ങനെ ഭഗവാന്റെ കാവൽക്കാര്, വൈകുണ്ഠത്ത് നിൽക്കുന്നവര്, ഞങ്ങളെപ്പോലുള്ള മഹർഷിമാരെ തടയാൻ പാടില്ല, അത് വൈകുണ്ഠത്തിന് ചേർന്ന പ്രവൃത്തി അല്ല എന്നാണ് സനകാദികൾ പറയുന്നത്. ഈ അഭിപ്രായം ശരിയോ തെറ്റോ എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വാദിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ എന്ത് നടക്കുന്നതും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. അത് നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് പറയാൻ നമ്മൾ ആരാണ്? നമുക്കതിനുള്ള അവകാശമില്ല. കാരണം എല്ലാം ഭഗവാന്റെ പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരാള് അയാളുടെ അമ്മയെ അടിക്കുന്നു, ശരിയോ തെറ്റോ? ലൗകികമായ കണ്ണി നോക്കിയാൽ, നമ്മൾ ധർമ്മചിന്തയെ അളക്കുന്ന തോത് വെച്ച് നോക്കിയാൽ തെറ്റാണ്. പക്ഷെ ഭഗവാന്റെ കണ്ണിൽ അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയാവൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കവിളത്തിൽ അടി തന്നു എന്നിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം നിങ്ങൾ കഴിഞ്ഞ ജന്മത്ത് നിങ്ങളുടെ അമ്മയ്ക്കിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വേദന അറിയണമെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ അടിക്കുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാകൂ. നമ്മുടെ അമ്മ അന്ന് എന്ത് അനുഭവിച്ചുവെന്ന്. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും പ്രകൃതി അത് ശേഖരിച്ചു വെച്ചിട്ട് അടുത്ത ജന്മത്തിൽ നിങ്ങൾ അതിന് കണക്ക് പറയേണ്ടി വരും. അപ്പൊ കഴിഞ്ഞ ജന്മത്ത് അവൻ്റെ അമ്മയെ അല്ലെങ്കിൽ അവളുടെ അമ്മയെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്ത് അവരുടെ മക്കള് നിങ്ങളെ അടിക്കും. അപ്പൊ ഭഗവാന്റെ ഒരു തോത് വെച്ച്, നമ്മുടെ തോത് വെച്ചാണെങ്കിൽ അത് തെറ്റാ. പക്ഷെ നമ്മുടെ ധർമ്മം വെച്ചല്ല ഈ ലോകത്തെ പ്രവൃത്തികളെ അളക്കേണ്ടത്. അതുകൊണ്ട് സനകാദി ചെയ്തതാണോ ശരി, അതോ ജയവിജയന്മാര് ചെയ്തതാണോ ശരി എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ഒരു ഉത്തരം പറയാൻ ആളല്ല. നമ്മുടെ നീതിബോധം വെച്ച് നമുക്കത് അളക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വൈകുണ്ഠത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ധർമ്മചിന്ത വെച്ച് നമുക്ക് അളക്കാൻ പറ്റില്ല. എന്തായാലും സനകാദികള് ജയവിജയന്മാരെ ശപിച്ചു. അങ്ങനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതും കൃഷ്ണന്റെ ആഗ്രഹപ്രകാരമാണ്. അല്ലെങ്കിൽ കൃഷ്ണന്റെ കാവൽക്കാരെ ശപിക്കാൻ സനകാദികൾക്ക് ഒരിക്കലും തോന്നുകയില്ല. ഭഗവാൻ എന്തോ ഒരു ലീലയാടാൻ തീരുമാനിച്ചു. ആ ലീലയുടെ ഭാഗമായിട്ട് സനകാദികളുടെ മനസ്സിൽ ഇവരെ ശപിക്കുക എന്ന ഒരു തോന്നല് ഭഗവാൻ ഉണ്ടാക്കിയതാകാം. അപ്പൊ അതുകൊണ്ട് നമുക്കത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇത് സനകാദികള് നിങ്ങൾ ആരായി മാറട്ടെ, അസുരകുലത്തിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു. പക്ഷെ അതൊരു ശാപമല്ല, അതിനകത്തൊരു അനുഗ്രഹവുമുണ്ട്.
ഈ ശാപവാക്കിൽ തന്നെ അനുഗ്രഹമുണ്ട്. എന്താണ് ശാപവാക്ക്? ദൈത്യഗതിം ഭജേതം എന്നാണ് ശപിച്ചത്. ദൈത്യഗതിം ഭജേതം എന്നാണ് ശപിച്ചത്. ഈ ഭജേതം എന്നതിന് ഭജിക്കുക എന്നർത്ഥമുണ്ട്. ഭജിക്കുക. അപ്പൊ ഭഗവാനെ ശത്രുരൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഭജിക്കാം, നിങ്ങൾക്ക് ഉപാസിക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ കംസന്റെ കാര്യം അറിഞ്ഞൂടെ? കംസനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ട വെളുക്കെ കംസൻ ഭഗവാനെ ഭജിക്കുകയാണ്. അത് വിപരീതമായിട്ടാണെന്നേ ഉള്ളൂ. എങ്ങനെ ഭഗവാനെ കൊല്ലണം, ഏത് രീതിയിലായാലും ഒന്നുകിൽ ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് ഉപാസിക്കാം, അല്ലെങ്കിൽ ഭഗവാനോട് കടുത്ത ശത്രുത പുലർത്തിക്കൊണ്ട് ഉപാസിക്കാം. അപ്പൊ നിങ്ങൾ ദൈത്യഗതിം ഭജേതമെന്ന് ശപിച്ചതിൽ നിന്ന് ഭഗവാനെ ശത്രു രൂപത്തിൽ നിങ്ങൾ ഉപാസിച്ചുകൊള്ളൂ. ഗതിം ഭജേതം എന്നാ കൊടുത്തിരിക്കുന്നത്. ഗതിം ഭജേതം എന്ന് പറഞ്ഞാൽ ദ്വാരകപാലത്തേക്കാൾ, അതായത് ഭഗവാന്റെ ദ്വാരപാലക സ്ഥാനമാണ്, അതിനേക്കാൾ ഉത്കൃഷ്ടമായ പരമമായ ഗതി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അർത്ഥം. അപ്പൊ ഇത് ഒരു കണക്കിന് സനകാദികളുടേത് ഒരു ശാപമാണോ അനുഗ്രഹമാണോ എന്ന് പറയാൻ പോലും പ്രയാസമാണ്. ആ ശാപമേറ്റിട്ടാണ് ഇവർ രാവണനൊക്കെ ആയിട്ട് ജനിക്കുന്നത്. അപ്പം അവർ വീണ്ടും ഭഗവാനോട് ഏറ്റുമുട്ടിയാണ് മുക്തി നേടുന്നത്. അപ്പൊ ശരിക്കും എന്താണ്, ഈ ഭൂലോകം അടക്കി വാഴുകയാണ് അവര്. അപ്പൊ ശരിക്കും സനകാദികള് ഇവരെ ശപിച്ചതാണോ ഇവരെ അനുഗ്രഹിച്ചതാണോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ശാപമേറ്റിട്ടും ജയവിജയന്മാര് തിരിച്ചു ശപിച്ചില്ല. അവര് തിരിച്ചു ശപിക്കാൻ കഴിവുള്ളവരാണ്. സനകാദികളെ പോലെ തിരിച്ചു ശപിക്കാൻ കഴിവുള്ളവരാണ്. അത് കഴിവുള്ളവരായതുകൊണ്ടല്ലേ ഭഗവാൻ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാതിലിലെ കാവൽക്കാരായിട്ട് നിർത്തിയത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ശാപമേറ്റു കഴിഞ്ഞപ്പോൾ അവര് തിരിച്ചു ശപിച്ചില്ല, മാപ്പ് പോലും അപേക്ഷിച്ചിട്ടില്ല. കാരണം സുഖദുഃഖങ്ങളെ സമമായി കാണാൻ കഴിവുള്ളവരാണ് ആരെന്ന് പറയുന്നത് ജയവിജയന്മാര്. അങ്ങനെ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണാൻ കഴിവുള്ളവരായതുകൊണ്ട് മാത്രമല്ലേ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോപുര കവാടത്തിന്റെ കാവൽക്കാരാകാൻ അവർക്ക് അവസരം കിട്ടിയത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശാപവും ശാപമോക്ഷവും ഒന്നും അവർക്കൊരു വിഷയമല്ല. നോക്കൂ, ഭവദാശ്രയൗ തൗ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന വരി. ഭവദാശ്രയൗ തൗ, അതിൽ നിന്ന് ഇവര് രണ്ടുപേരും ഭഗവാന്റെ ആശ്രിതന്മാരാണ്. അപ്പോൾ എന്താണ്, ഇവര് ആ രണ്ടുപേരും ഭഗവാനെ ആശ്രയിക്കുന്നവരായ ജയനും വിജയനും തിരിച്ച് ശപിക്കാൻ കഴിവുള്ളവരായിരുന്നിട്ടും തിരിച്ച് സനകാദികളെ ശപിക്കാതെ വളരെ വിനയത്തോടെ സനകാദി ഋഷിമാരെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞത് ന ഹരി സ്മൃതി അസ്തു, ഹരിയുടെ സ്മരണ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം, ഒരിക്കൽ പോലും ഹരിയുടെ സ്മരണ ഇല്ലാതാകരുതേ. ഈ ഒരു അനുഗ്രഹം മാത്രം മതി. അത് ഭക്തിഭാവത്തിലാണെങ്കിലും വിപരീത ഭക്തിയിലാണെങ്കിലും ശരി, ഞങ്ങൾക്ക് ഹരിയുടെ സ്മരണ എപ്പോഴും ഉണ്ടാകണം. സനകാദികൾ അതിന് അനുഗ്രഹിച്ചു. കാരണം ഹരിയെ സ്മരിക്കുകയാണെങ്കിൽ പിന്നെ ദൈത്യഗതിയും ആതിഥേയ ഗതിക്കും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഹരിയെ നമ്മൾ ഉള്ളിൽ സ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അസുരനായി പിറന്നാൽ എന്താ, ദേവനായി പിറന്നാൽ എന്താ എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ പറയേണ്ടത്, ഭഗവാന്റെ സ്മരണ ഉണ്ടെങ്കിൽ അല്ലേ, ചില ആൾക്കാർ പറയത്തില്ലേ, നമ്മൾ കടത്തിണ്ണയിൽ കിടന്നാലും ഹരിയെ സ്മരിച്ചുകൊണ്ട് കടത്തിണ്ണയിൽ കിടന്നാൽ ആ കടത്തിണ്ണ വൈകുണ്ഠമാണ്. ഹരിയെ സ്മരിക്കാതെ കൊട്ടാരത്തിൽ കിടന്നാൽ ആ കൊട്ടാരം കടത്തിണ്ണയുമാണ്. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൃഷ്ണനാമം ഉരുവിട്ടുകൊണ്ട് കടത്തിണ്ണയിൽ കിടന്നാൽ ആ കടത്തിണ്ണ വൈകുണ്ഠമാണ്. പക്ഷേ കൃഷ്ണനാമം ഉരുവിടാതെ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്മരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കൊട്ടാര സദൃശമായ വീട്ടിൽ കിടന്നാൽ അത് കടത്തിണ്ണയേക്കാൾ കഷ്ടമാണ്. ഇവിടെ ജയവിജയന്മാര് അതീവ വിശാല ഹൃദയരാണ്. ശരിക്കും നിങ്ങൾ നോക്കിക്കോളണം. ന എന്നാ പറഞ്ഞിരിക്കുന്ന ന ഹരിസ്മൃതി.
ന എന്നത് സംസ്കൃതത്തിൽ ബഹുവചനമാണ്. ആ ബഹുവചനം പ്രയോഗിച്ചതുകൊണ്ട് ഹരിയെക്കുറിച്ചുള്ള സ്മരണ ഞങ്ങൾക്ക് മാത്രം ഉണ്ടാകണമെന്നല്ല. ഞങ്ങൾ അസുരകുലത്തിൽ ജനിക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും ഒരു പറ്റം അസുരന്മാരുണ്ടായിരിക്കും. അപ്പം ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളോടൊപ്പം അന്ന് വസിക്കുന്ന അസുരന്മാർക്ക് മുഴുവനും ഹരിയുടെ സ്മരണ ഉണ്ടാകണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനസ്സിലല്ലേ? ന ഹരി സ്മൃതി അസ്തു എന്നാ പറഞ്ഞിരിക്കുന്ന. ന എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ബഹുവചനമാണ്. അപ്പം ജയനും വിജയനും മാത്രം ഹരിസ്മൃതി ഉണ്ടാകണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ ശപിച്ചു, അപ്പം ഞങ്ങൾ അസുരകുലത്തിൽ ജനിക്കും. ഈ അസുരകുലത്തിൽ ജനിച്ച സകല ആളുകൾക്ക്, ഇപ്പം ഞങ്ങൾ അസുരകുലത്തിൽ എന്തായാലും രാജാക്കന്മാരായിട്ടായിരിക്കും ജനിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ചുറ്റും കുറേ പടയാളികളും പ്രജകളും കാണും. അവരെല്ലാം ഹരിയെ സ്മരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതം ഒടുങ്ങുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ ആ കുലത്തിൽ പിറന്ന സകലർക്കും ഹരിയുടെ ലോകം പ്രാപിക്കണം. അപ്പൊ ഹരിയെ സ്മരിക്കുക. ഹരിയെ സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, വീടുന്നടം വിഷ്ണു ലോകം. അപ്പൊ നിങ്ങൾക്ക് ഹരിയെ സ്മരിച്ചാൽ നിങ്ങളെ വീടൊരു വൈകുണ്ഠമാക്കി മാറ്റാം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഹരിയെ സ്മരിക്കൂ, നിങ്ങളുടെ വീട് ഒരു വൈകുണ്ഠമാക്കി മാറ്റൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രസേശ്വരി രാധികായേ സ്വാഹ.